ഡോണ്ട് ബി മീഡിയോക്കർ. ശരാശരിയിൽ ഒതുങ്ങരുത്. അധികം മുന്നോട്ടു പോകാതെ, അധികം പിന്നിലാകാതെ നടുവിൽ നിന്നാൽ ആരും കുറ്റം പറയില്ല. പരാജയ ഭയവും വിമർശന ഭയവും ഒഴിവാക്കാൻ ശരാശരി ജീവിതം ഒരു ആശ്വാസ മാർഗമായി മാറുന്നു. പക്ഷേ ഈ ആശ്വാസത്തിന്റെ വില വലുതാണ്. ശരാശരിയിൽ ഒതുങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ ശേഷികളെ തന്നെ നിഷേധിക്കുകയാണ്. ശരാശരി എന്നാൽ ഒരിക്കലും മുന്നേറ്റമല്ല, അതൊരു നിശ്ചല അവസ്ഥയാണ്. ഇന്നലത്തെ പോലെ തന്നെ ഇന്ന്, ഇന്നത്തെ പോലെ തന്നെ നാളെ, മാറ്റമില്ലാത്ത ഒരു ചക്രം. ഇതിൽ വലിയ ദുരിതമില്ല എന്ന് തോന്നുമെങ്കിലും സമയം കടന്നു പോകുമ്പോൾ ഉള്ളിലെ അതൃപ്തി വളരും. എനിക്ക് ഇതിലും കൂടുതൽ ചെയ്യാമായിരുന്നു എന്ന ചിന്തയാണ് ശരാശരിയുടെ ഏറ്റവും വലിയ ശിക്ഷ. അത് പുറത്തു കാണിക്കാത്ത, ഉള്ളിൽ കത്തുന്ന ഒരു പശ്ചാത്താപമാണ്. മീഡിയോക്രിറ്റി പലപ്പോഴും കഴിവുകളുടെ കുറവല്ല, ശ്രമമില്ലായ്മയും ശ്രദ്ധയില്ലായ്മയുമാണ് നമ്മളെ ശരാശരിയിൽ ഒതുക്കുന്നത്. ശരിയായ കാര്യങ്ങളിൽ സ്ഥിരമായി പരിശ്രമിച്ചാൽ ഒരാൾക്ക് മിക്ക മേഖലകളിലും ശരാശരിയെ കടന്നു പോകാൻ കഴിയും. പക്ഷേ അതിന് ഒരൊറ്റ കാര്യം വേണം: ഉദ്ദേശപൂർവമായ ശ്രമം. ഡോണ്ട് ബി മീഡിയോക്കർ എന്നാൽ ലോകം മാറ്റുന്ന നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമിടുക എന്നല്ല അർത്ഥം. അത് ചെറിയ കാര്യങ്ങളിലും മികച്ചത് ചെയ്യാനുള്ള മനോഭാവമാണ്. ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് പാസ്സാകാൻ മാത്രമല്ല, മനസ്സിലാക്കാൻ കൂടിയാണ്. ഒരു ക്രിയേറ്റർ കണ്ടന്റ് ഇടുന്നത് അൽഗോരിതത്തെ ജയിക്കാൻ വേണ്ടി മാത്രമല്ല, മൂല്യം ഉണ്ടാക്കാനാണ്. ഒരു ജോലി ചെയ്യുന്നത് ശമ്പളത്തിനായി മാത്രമല്ല, നൈപുണ്യം നേടാൻ കൂടിയാണ്. ശരാശരിയിലേക്ക് നമ്മളെ തള്ളിവിടുന്നത് പലപ്പോഴും സ്ഥിരതയുടെ അഭാവമാണ്. ആദ്യ ദിവസങ്ങളിൽ ഉത്സാഹമുണ്ടാകും, പിന്നെ മടി, പിന്നെ ഇടവേള, ഒടുവിൽ ശരാശരി ഫലങ്ങൾ. സ്ഥിരമായ, ഒരുപക്ഷെ ബോറടിപ്പിക്കുന്ന ശ്രമങ്ങളിൽ നിന്നാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാവുന്നത്. ഡിസിപ്ലിനും ഫോക്കസിനും ഇവിടെ വലിയ പങ്കുണ്ട്. മീഡിയോക്രിറ്റി നിലനിൽക്കാൻ സഹായിക്കുന്ന മറ്റൊരു കാര്യം മറ്റുള്ളവരുമായി നിരന്തരമായ താരതമ്യമാണ്. അവനേക്കാൾ ഞാൻ മെച്ചമാണ്, ഇവിടെ എല്ലാവരും ഇതുപോലെ തന്നെയല്ലേ? ഇത്തരം ചിന്തകൾ നമ്മളെ തൽക്കാലം ശാന്തരാക്കും. പക്ഷേ ശരിയായ താരതമ്യം നിങ്ങളോട് തന്നെയാണ് വേണ്ടത്. ഇന്നലത്തെ നിങ്ങളും ഇന്നത്തെ നിങ്ങളും തമ്മിൽ. നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നതാണ് പ്രധാനമാകുന്നത്, മറ്റുള്ളവരുടെ വേഗമല്ല. കംഫർട്ട് സോണിൽ തുടരുന്ന ഒരാൾക്ക് മീഡിയോക്രിറ്റി വളരെ എളുപ്പമാണ്. കാരണം അവിടെ വെല്ലുവിളികളില്ല, അസ്വസ്ഥതയില്ല, വളർച്ചയ്ക്ക് ആവശ്യമുള്ള സമ്മർദ്ദമില്ല. ഡോണ്ട് ബി മീഡിയോക്കർ എന്ന സന്ദേശം നമ്മളെ വീണ്ടും കംഫർട്ട് സോണിന് പുറത്തേക്ക് വിളിക്കുന്നു. അല്പം അധികം ശ്രമിക്കുക, അല്പം കൂടുതൽ ശ്രദ്ധ നൽകുക, അല്പം മെച്ചപ്പെടുത്തുക. ഈ ചെറിയ കാര്യങ്ങളാണ് ശരാശരിയെ തകർക്കുന്നത്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ചവനാകണം എന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കഴിയുന്നതിൽ താഴെ ജീവിക്കരുത്. ശരാശരിയിൽ ഒതുങ്ങുന്നത് എളുപ്പമാണ്, പക്ഷേ നിങ്ങളുടെ കഴിവുകളോട് നീതി ചെയ്യണം. ഇടയിൽ ഒതുങ്ങിപ്പോകുന്നത് സുരക്ഷിതമായേക്കാം, പക്ഷേ മുന്നോട്ടു പോകുന്നവരാണ് ജീവിതം അനുഭവിക്കുന്നത്.